ഇന്നലകളിൽ ആദത്തിൽ ദൈവത്തിൻ്റെ മകൻ, ഇന്ന് ദൈവത്തിൽ നിന്നും അന്യപ്പെട്ട് മരിച്ച മനുഷ്യൻ്റെ മകൻ. എന്നാൽ നാളെ നിനക്ക് മരണമില്ലാത്ത ദൈവത്തിൻ്റെ മരണമില്ലാത്ത മകനായ കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം ഭൂമിയെ ഭരിക്കുന്ന നിത്യരാജാവായി മാറാം. സൃഷ്ടാവായ ദൈവത്തിന് മാനവരാശിയെക്കുറിച്ചുള്ള പദ്ധതിയാണിത്. ഭൂമിയുടെ നിത്യരാജാവായി നിനക്ക് മാറാം. ഇതാണ് ബൈബിളിൽ കാണുന്ന സുവിശേഷം, രാജത്വത്തിൻ്റെ സുവിശേഷം. ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ നാം ദൈവത്തിൻ്റെ മകനാണ് ആദത്തിനുള്ളിൽ. പക്ഷേ ഇന്ന് മനുഷ്യരായ നാം വീണുപോയ, ദൈവത്തിൽ നിന്നും അന്യപ്പെട്ട് മരിച്ച മനുഷ്യൻ്റെ മകനാണ്. പക്ഷേ യേശുക്രിസ്തുവിലൂടെ സ്വർഗത്തിലെ ദൈവം നമ്മെ വീണ്ടും തിരിച്ച് ദൈവത്തിൻ്റെ മകനാക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശുക്രിസ്തുവിൽ ആരംഭിച്ച നീ ജയിക്കണം, യേശുവിനോടുകൂടെ പഠിക്കണം, ജയിക്കുന്നവൻ ദൈവത്തിൻ്റെ മകൻ. തിരുവചനം അവസാനിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായി. അത്യുന്നതനായ സൃഷ്ടാവായ ദൈവത്തിന് മാനവരാശിയെക്കുറിച്ചുള്ള ഈ പദ്ധതി ഈ ലോകത്തിന് അറിയില്ല. കാരണം അത് ഈ ലോകത്തിന് മറഞ്ഞു കിടക്കുന്നതും വയലിൽ ഒളിച്ചു വെച്ച ഒരു നിധിയുമാണ്. ഒരു മനുഷ്യൻ അത് കാണുമ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് താനത് വാങ്ങുന്നു. ഈ ഭൂമിയിൽ പിറന്നു വീണ ഓരോ മനുഷ്യനും നേടുവാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ, ഏറ്റവും ഉത്തമമായ ഒരു സമ്പത്താണ് തിരുവചനം പറയുന്ന വയലിൽ ഒളിച്ചു വെച്ച ദൈവരാജ്യമാകുന്ന ആ നിധി. അതാണ് യേശുക്രിസ്തു പറഞ്ഞ രാജത്വത്തിൻ്റെ സുവിശേഷം. ദൈവത്തിൻ്റെ പദ്ധതിയാണ് യേശുക്രിസ്തുവിലൂടെ ഈ ലോകം സാക്ഷ്യം വഹിച്ചത്. അത്യുന്നതനായ ദൈവത്തിന് മനുഷ്യരെക്കുറിച്ചുള്ള ഭാവി പദ്ധതിയാണ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഈ ലോകം കേൾക്കുവാനായിട്ട് ഇടയായത്. നമുക്കും ദൈവമൊരുക്കിയ ആ പദ്ധതിയിൽ ഭാഗമായിക്കൊണ്ട് ഭാവിയിൽ ദൈവരാജ്യത്തിൽ ദൈവത്തിന് വേണ്ടി ഭൂമിയെ ഭരിക്കുന്ന നിത്യരാജാക്കന്മാരായി തീരാം.